പൗലോസ് ഈ രണ്ട് ഭാഗത്തും കോമൺ ആയി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരുമായ ഒരു കൂട്ടർ. രണ്ടാമത് കാണുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വിശ്വസ്തത. 3, വിശ്വസ്തതയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അഥവാ ദൈവത്തിന്റെ വചനം. ഈ വചനത്തെ ദൈവം വാഗ്ദത്തമായി നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം കാലാകാലങ്ങളിൽ തന്നുകൊണ്ടേയിരിക്കും. ചില വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് സംഭവിക്കും. ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാൻ കാലതാമസമെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിവർത്തിയാകുന്നത് പെട്ടെന്ന് സംഭവിക്കുകയും കാലതാമസമുണ്ടാകുന്ന വാഗ്ദത്തങ്ങളെ അതാത് കാലങ്ങളിൽ അതാത് ഇടവേളകളിൽ ദൈവം വിവിധ ചാനലുകളിലൂടെ വിവിധ മുഖാന്തരങ്ങളിലൂടെ ദൈവം ഈ വാഗ്ദത്തങ്ങളെ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഇങ്ങനെ വാഗ്ദത്തങ്ങൾ ആവർത്തിച്ച് പറയുന്നത്? കാരണം പാപമുള്ള, കഷ്ടതയുള്ള, ബുദ്ധിമുട്ടുകളുള്ള, പ്രതികൂലങ്ങളും പോരാട്ടങ്ങളുമുള്ള ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ സ്വഭാവം മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ മറവി സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം പറ്റും. എന്താണെന്നറിയോ? പലതും മറക്കുന്ന സമയത്ത് ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പിറുപിറുക്കുകയോ, നമ്മൾ തകർന്നു പോകുകയോ, നമ്മൾ തളർന്നു പോകുകയോ, നമ്മൾ പിന്മാറിപ്പോകുകയോ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടതകളും, ഈ ഭൂമിയിൽ വരുന്ന പ്രതികൂലങ്ങളും, ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളും, ചില പോരാട്ടങ്ങളും, ചില വെല്ലുവിളികളും, ചില വ്യാകുലതകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഈ ജീവിതത്തിലൂടെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ കേട്ട പല വാഗ്ദത്തങ്ങളും നമ്മൾ മറന്നു പോകാനും വാഗ്ദത്തങ്ങളിൽ അവിശ്വസിക്കാനും വാഗ്ദത്തം ചെയ്ത ദൈവത്തെ അവിശ്വസിക്കാനും മറക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം, ഞാൻ ഈ പറഞ്ഞല്ലോ, പല മുഖാന്തരങ്ങളിലൂടെ, ചിലപ്പോൾ അത് പാട്ടിലൂടെയാകാം, ചിലപ്പോൾ അത് ദൈവവചനത്തിലൂടെയാകാം, ചിലപ്പോൾ ഒരു അഭിഷിക്തനിലൂടെ കേൾക്കുന്ന ഒരു ദൈവാലോചനയിലൂടെയാകാം, ദൈവ ശബ്ദത്തിലൂടെയാകാം. ദൈവാത്മാവ് പിന്നെയും പിന്നെയും തന്റെ വാഗ്ദത്തങ്ങൾ നമ്മോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണം, എന്റെ ദൈവം വാഗ്ദത്തം ചെയ്താൽ അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്.